ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ പറയുന്നത് 4 കാര്യങ്ങൾ. ഒന്ന് നമ്മളെ ടൈറ്റിൽ എങ്ങനെ കറക്റ്റ് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഇനി ചെയ്യേണ്ട വീഡിയോ ഏതാണ്, എങ്ങനെയാണ് നമ്മളിനി പുതിയ വീഡിയോ ചെയ്യാന്നുള്ളത് അങ്ങനെയുള്ള ആൾക്കാർക്കും. പിന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതും അതേപോലെ നമ്മുടെ തമ്പനെയിൽ ആഡ് ചെയ്യുന്നു. ഈ 4 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയുമോ, സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാമെന്നുള്ള. ഭാവിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് സെറ്റിങ്സ് ഒക്കെ ഓൺ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ പറയുക, നമ്മൾ ആ സെറ്റിങ്സ് ഒക്കെ ഓൺ ആണോ നമ്മൾ നോക്കണമല്ലോ. എന്നാലേ ഞാൻ ഈ പറയുന്ന കാര്യമൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് ഇനി മുന്നോട്ട് ഉള്ളത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് അറിയാമോ, വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് നേരെ നമ്മളെ പ്രൊഫൈൽ കാണുന്നുണ്ടാവും. ആ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ പ്രൊഫൈലിൽ നേരെ തന്നെ ഒരു പെൻസിൽ ഐക്കൺ ഉണ്ട്. ആ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ വന്നു കഴിഞ്ഞാൽ ഹോം ടാബ് എന്ന് പറഞ്ഞ് കാണാം. ആ ഹോം ടാബ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമ്മുടെ ഓൺ ആണോ നോക്കുക. അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സെറ്റിംഗ് രണ്ടും ഓൺ ചെയ്യുക. അത് ഓൺ ചെയ്തതിന് ശേഷം ആ രണ്ടാമത്തെ സെറ്റിംഗിൽ തന്നെ വീണ്ടും ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സെറ്റിങ്സ് കൂടി അവിടെ കാണുന്നുണ്ടാവും. അതും നിങ്ങളത് ഓൺ ആണോ നോക്കുക. അത് ഓൺ അല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇപ്പം തന്നെ ചെയ്യാത്തവരാണെങ്കിൽ ഓൺ ചെയ്ത് വെക്കുക. ആ ഓൺ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാം. നമുക്ക് 4 കാര്യങ്ങൾ ഇതിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അതിൽ 4 കാര്യത്തിൽ തമ്പനെയിൽ നമ്മളെ ക്രിയേറ്റീവ് ആണ്. പക്ഷേ ഈ 3 കാര്യങ്ങൾ അതിൽ കിട്ടുന്നത് എന്താ വെച്ചാൽ, ഒന്ന് ടൈറ്റിൽ നമുക്ക് കിട്ടും, 2 ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഏതാണെന്നുള്ളത് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളതും ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും. ആ സെറ്റിംഗ് എല്ലാം ഓൺ ചെയ്തതിന് ശേഷം ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അതേപോലെ ഇനിയും വൈകി പോവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു. അപ്പോൾ ലൈക്ക് പെട്ടെന്ന് തന്നെ ചെയ്യുക. പിന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾ കമൻറ്റുകൾ കൂടി രേഖപ്പെടുത്തുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മളെ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് താഴെ അനലറ്റിക്സ് എന്ന് പറഞ്ഞ ഇത് ഓപ്പൺ ചെയ്യുക. അതിന് നേരെ മുകളിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ മതി നമ്മളെ ട്രെൻഡ്സ് കണ്ടിട്ട് ആ ട്രെൻഡ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ട്രെൻഡ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അത് പുതിയതായിരിക്കും. എല്ലാവരും പറഞ്ഞ പോലെ ആയിരിക്കില്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ട്രെൻഡ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് അവിടെ 3 ടോപ്പിക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞാൽ, ഫസ്റ്റത്തെ നമ്മളെ ഏത് തരം വീഡിയോ ആണ് ചെയ്യേണ്ടത് അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ 3 ടോപ്പിക്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഏതെങ്കിലും നമുക്ക് യൂസ്ഫുള്ളായി തോന്നിയതാണോ അതൊന്ന് എടുക്കുക. അതെടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി സെർച്ച് ചെയ്യുക. ഞാൻ ആ കാണിക്കുന്ന പോലെ സെർച്ച് ചെയ്തിട്ട് അതിൽ ഹൈ വോളിയം, മീഡിയം വോളിയം, ലോ വോളിയം എന്ന് കാണിക്കുന്നുണ്ടാവും. അതിൽ ഹൈ വോളിയം എന്നുള്ളതൊന്ന് നോട്ട് ചെയ്തിട്ട് ഒരു ബുക്കിലോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഫോണിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് എന്തൊക്കെയാണ് അതേ വീഡിയോ നമ്മൾ യൂട്യൂബിൽ പോവുക. യൂട്യൂബിൽ പോയിട്ട് നമ്മൾ ആ കാറ്റഗറി ഏതാണോ അത് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് സെർച്ച് ചെയ്യുക യൂട്യൂബിൽ. ആ സെർച്ച് ചെയ്യുന്നതിൽ എത്ര വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോയിൽ നമ്മൾ കാണുക. നമുക്ക് ഏതാണ് അതിൽ ഏറ്റവും കൂടുതൽ യൂസായിട്ട് തോന്നുന്ന ഏതാണോ ആ ടോപ്പിക് എടുത്തിട്ട് നമ്മൾ അതേപോലെ ടൈപ്പ് ചെയ്തിട്ട് യൂട്യൂബിൽ കാണുക. യൂട്യൂബിൽ കണ്ടിട്ട് നമുക്ക് നോക്കുക ഇങ്ങനെ അവരെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് വീഡിയോയിൽ ചെയ്ത്. അതേപോലെ തന്നെ നമ്മളതൊക്കെ മനസ്സിലാക്കുക. അവരുടെ ടൈറ്റിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തമ്പനയിൽ അതിൽ എത്ര ആളോ ആ കാറ്റഗറിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും തമ്പനയിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ആ തമ്പനയിൽ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിൽ ഓരോരോ വേർഡുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു നോട്ടിൽ എഴുതി വെക്കുക. ആ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇപ്പോൾ ഒരു 5 വീഡിയോ എടുത്ത് നമ്മൾ അതിൻ്റെ തമ്പനയിൽ എടുത്തു എന്ന് വിചാരിക്കുക. ആ തമ്പനയിൽ എടുത്തിട്ട് ആ 5 എണ്ണത്തിലുള്ള ഓരോ വീടുകൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക ഒരു ബുക്കിൽ. അപ്പോൾ നമുക്ക് തമ്പനയിൽ ആഡ് ചെയ്യാനുള്ള നമ്മളവിടെ സെറ്റായി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളെ ടൈറ്റിൽ, അവർ കൊടുത്ത ടൈറ്റിലല്ലേ, ആ ടൈറ്റിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കൂടിയിട്ടുള്ള വീഡിയോ ഏതാണോ അങ്ങനത്തെ ഒരു 3-4 എണ്ണം നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ടൈറ്റിൽ കൂടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി വെക്കുക. അതേപോലെ തന്നെ നമ്മളെ യൂട്യൂബ് നമുക്ക് തന്ന ടോപ്പിക്ക് കൂടി ഒന്ന് താരതമ്യം ചെയ്ത് വെക്കുക. ഈ 4-5 എണ്ണം കൂടി അതിൽ നമ്മൾ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ചെയ്ത ആളുകൾക്കാട്ടിലും ഒന്നും കൂടി വരെ നമ്മളെ യൂട്യൂബ് തരുന്ന ആ ഒരു വീഡിയോയിലായിക്കോട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കൂടാനുള്ള ചാൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമ്മുടെ ഈ അനലറ്റിക്സിൽ നമ്മളെ ട്രെൻഡ്സിൽ കണ്ട അത് ഏതാണോ അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ലേ, ആ അപ്ലോഡ് ചെയ്യുന്നില്ല കറക്റ്റ് ആദ്യം അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ രണ്ടാമത്തേത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ഈ 5 വീഡിയോ കണ്ടതിന് ശേഷം അതിലുള്ള ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ഷോർട്ടായിട്ട് അവരെല്ലാവരും കൂടി കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഷോർട്ടായിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മുടെ രീതിയിൽ പറ്റുന്ന ഒരു സെറ്റപ്പിലാക്കി എടുത്തിട്ട്, കാരണം മിനിമം നമുക്ക് 100 വേർഡ് നമ്മുടെ ടൈറ്റിലിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന മാതിരി തന്നെ അതൊന്ന് ചുരുക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ ടൈറ്റിൽ നമുക്ക് അവിടെ കിട്ടി. അതേപോലെ തമ്പനെയിൽ നമ്മളിത് പറഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വേണ്ട ഡിസ്ക്രിപ്ഷൻ്റെ കാര്യങ്ങളാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അനലിറ്റിക്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് അതേപോലെ നമ്മൾ ആ ടോപ്പിക് നമ്മൾ ഏതാണെന്നുള്ളത് കണ്ടു വെച്ച്, അപ്പോൾ അതിൻ്റെ തൊട്ട് നേരെ തന്നെ ലൗച്ചിനുണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാം. എന്നിട്ട് അതന്നെ ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലായിട്ടുള്ള കുറേ വേർഡ്സ് അവിടെ നമുക്ക് വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫോണിലൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷനൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ,
ആ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സ്ക്രീൻഷോട്ട് എടുത്തത് നമ്മുടെ ഫോണിലുള്ള നമ്മളെ ഗാലറി പോയിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്ത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ പുതിയ ഫോണുകളിലോ അതേപോലെ ഇപ്പോഴത്തെ ഫോണിലൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്യാമറേൻ്റെ പോലുള്ള ഒരു ലെൻസ് കാണാൻ പറ്റും നമ്മുടെ ഫോട്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആ ലെൻസ് ഞാൻ ഈ കാണിക്കുന്ന പോലെ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിലൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നേരെ ആ ലെൻസിൽ ക്ലിക്ക് ചെയ്യാം. ലെൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതിനകത്ത് കോപ്പി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ആ കോപ്പിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ YT സ്റ്റുഡിയോയിൽ കാണിച്ച ആ ട്രെൻഡ്സിലുള്ള നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ മൊത്തം നമുക്ക് നേരെ കോപ്പി ആയിട്ട് കിട്ടും. ആ കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുക, നേരെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ അതിനകത്ത് ഓപ്പൺ ചെയ്തിട്ട് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കുറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായി, ഡിസ്ക്രിപ്ഷനിലുള്ള കറക്റ്റായിട്ടുള്ള നമുക്ക് യൂട്യൂബ് തന്നെ തരുന്ന ആ വീഡിയോ നമുക്ക് അവിടെ ആഡായി. അതേപോലെ ടൈറ്റിൽ യൂട്യൂബ് തരുന്നതിന് നമുക്ക് ആഡായി. പിന്നെ തമ്പനയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കൂടി ചെയ്യുകയാണെങ്കിൽ, വീഡിയോ ഞാൻ ഈ പറഞ്ഞ പോലെ കൂടി ചെയ്യുകയാണെങ്കിൽ, ഈ 4 കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്താൽ നമ്മുടെ വീഡിയോ 100% വൈറലാകുന്നതായിരിക്കും. ഞാൻ ഇതേപോലെ വീഡിയോ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കാരണം എൻ്റെ വീഡിയോ ഒക്കെ ചെക്ക് ചെയ്താൽ അറിയാം വലിയ വൈറലൊന്നും ആയിട്ടൊന്നുമില്ല, അതേപോലെ വ്യൂസൊക്കെ കുറവാണ്. അപ്പോൾ ഞാനിങ്ങനെ പഠിച്ച് വരുന്ന കാര്യങ്ങൾ അതേപോലെ മറ്റുള്ളവർക്ക് ഉപകാരമാകട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് വന്നതിന് ശേഷം ചെറിയൊരു വ്യത്യാസങ്ങൾ എനിക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ വ്യത്യാസം പറഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ഒരു വലിയ വ്യത്യാസം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇതേപോലെ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. എന്തായാലും നമ്മുടെ വീഡിയോ ഏതെങ്കിലും ഒരു ദിവസം ഒന്ന് വൈറലാകുന്നതായിരിക്കും. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇതേപോലെ ചെറിയ ചെറിയ നുറുങ്ങുകളുമായിട്ട് വീണ്ടും ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.